കൊട്ടരക്കര ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റിയിലെ ഈ പറയുന്ന വേട്ടക്കാരെ കുറിച്ചുള്ള ഭാഗം പറയുമ്പോൾ അത് സിനിമ ഒന്നാകെ ഇല്ല. ഇപ്പം മോഹൻലാൽ എന്ന് പറഞ്ഞ എന്താണ്, ഞങ്ങളൊക്കെ നിങ്ങൾക്ക് അന്യരായി പോയോ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ മേഖലയാണോ, ആ മേഖലയെ മുടിപ്പിച്ച് നശിപ്പിച്ച് കളയാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു. അങ്ങനെ യഥാർത്ഥം നീക്കമുണ്ടോ? ഒരിക്കലും അങ്ങനെ ഒരു നീക്കമേ ഇല്ല. ആർക്കും അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ട് എനിക്ക് എന്റെ അറിവിലില്ല. ഇത് ഈ നിമിഷം വരെയും ഇല്ല. ഈ പറയുന്ന മോഹൻലാലിന് പോലും അങ്ങനത്തെ ഒരു സന്ദേഹം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. പക്ഷെ ഇതിനകത്ത് ഇവരൊക്കെ ശ്രമിക്കുന്നത് മലയാള സിനിമ തുടങ്ങിയ കാലം മുതൽ ഏതാണ്ട് ഈ അടുത്ത കാലത്തൊക്കെ ഈ സിനിമയ്ക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന ബലാത്സംഗ കുറ്റങ്ങൾ അടക്കമുള്ള എത്രയോ കാര്യങ്ങൾ പരസ്യമായി ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചതിനല്ലേ അലൻസിനെതിരെ കേസ് വന്നത് നേരത്തെ ദിവ്യ ഗോപിനാഥ് പറഞ്ഞ പെൺകുട്ടി കയറി പിടിച്ചതിനാ. അതുപോലെ എത്ര കേസുകൾ സിനിമാ മേഖലയിലുണ്ടെന്നറിയാമോ? ഈ കഥകിന് മുട്ടുന്നതൊന്നും പുത്തിരിയൊന്നുമല്ല. കഥകിൽ മുട്ടലൊക്കെ ഇഷ്ടംപോലെ സിനിമ മേഖലയിലുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന എത്രയോ കേസുകളുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞ് ആരെയും നാറ്റിക്കാനൊന്നും തയ്യാറൊന്നുമല്ല. പക്ഷെ അതിങ്ങനെ കിടക്കുമ്പോൾ ഇതിനകത്ത് പ്രമുഖരായ ആളുകളുടെ പേരുകൾ നേരത്തെ ഇയാൾ പറഞ്ഞല്ലോ, എന്താണ് വേട്ടക്കാരുടെ പേരുകൾ മറച്ചു വെക്കണമെന്ന് കോടതി വിധിയിലുണ്ടെന്ന്. ഒരു കോടതി വിധിയിലും വേട്ടക്കാരുടെ പേര് മറച്ചു വെക്കണമെന്നില്ല. അവിടെ ഇരകളുടെ പേര് മറച്ചു വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരകളുടെ പേര് മറച്ചു വെക്കും. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ രാഹുൽ ഈശ്വർ പറയുന്ന സ്വകാര്യത എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. കോടതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ സ്വകാര്യത എന്ന് പറയുന്നത് ഇരയുടെ സ്വകാര്യത മാത്രമാണെന്നേ. വേട്ടക്കാരുടെ സ്വകാര്യത ആക്കണമെന്ന് ഒരു നിയമവും ഒരു കോടതിയും എവിടെയും പറയില്ല. രാഹുൽ അല്ല, താങ്കൾ അപകർഷനായാളല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഇരയുടെ പേര് മറച്ചു വെക്കണമെന്ന് കോടതി പറയണ്ടല്ലോ. അത് നാട്ടിലെ നിയമമല്ലേ? അതാണ് അത് നാട്ടിലെ നിയമമല്ലേ? കോടതി എടുത്ത് പറയണ്ടല്ലോ. കോടതി പറഞ്ഞിരിക്കുന്നത് ബൈജു കൊട്ടാരക്കര ഉപയോഗിച്ച വാക്ക് ഇതിൽ ഉൾപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ ഒരു കാരണം പുറത്തുവരുന്നു പറഞ്ഞാൽ ഇരയുടെ പേര് അല്ലെങ്കിൽ പുറത്തുവരാൻ പറ്റില്ലല്ലോ. അത് ഓൾറെഡി ഡൺ ആണ്. ഇരയുടെ പേര് പുറത്തു വരാൻ കഴിയില്ല സുപ്രീം കോടതി നിയമപ്രകാരം. അപ്പോ ഈ ഇരയുടെ സ്വകാര്യത പറഞ്ഞ് ഈ സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് മര്യാദകേടല്ലേ? പൂഴ്ത്തിവെച്ചതല്ല. സർക്കാരിനെ ഇപ്പൊ ഞാൻ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇടതുപക്ഷ വിരുദ്ധനാണ്. അങ്ങേക്ക് അറിയാലോ. എന്നെ അടക്കം എന്റെ വീട്ടുകാരെ അടക്കം ശ്രീ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്താണ്. പക്ഷേ ഈ വിഷയത്തിൽ ശ്രീ പിണറായി വിജയൻ അവധാനത കാണിച്ചു, സ്ലോ ആൻഡ് സ്റ്റഡിനെസ് കാണിച്ചു. മറ്റൊരു ഓപ്ഷൻ ഗവൺമെന്റിന് മുമ്പിൽ ഇല്ല.